അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വ്യത്യസ്തമായ ഒരു ചമ്മന്തി ആയിട്ടാണ് വീണ്ടും വളരെ ഹെൽത്തി ആയിട്ടൊരു ചമ്മന്തി കൂടിയാണ്. അപ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മധുരക്കിഴങ്ങ്, ചീനിക്കിഴങ്ങ്, കപ്പക്കിഴങ്ങ് എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്ന കിഴങ്ങാണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഒരു ചമ്മന്തി തയ്യാറാക്കാൻ പോകുന്നത്. വളരെ രുചികരമായ ഒരു വളരെ എന്താ പറയുന്ന ആരോഗ്യത്തിന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തി കൂടിയാണ്. അപ്പൊ നമ്മളിത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇപ്പൊ നമ്മള് ആദ്യം തൊലി കളഞ്ഞിട്ട് നമ്മളൊരു ഗ്രേറ്റർ വെച്ച് ഗ്രേറ്റ് ചെയ്ത് എടുക്കാണ്. ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇത് കണ്ടോ, ഇത് രണ്ടും രണ്ട് കളറിലിരിക്കുന്നുണ്ടോ. ആദ്യം ഗ്രേറ്റ് ചെയ്തതിന് ഒരു ഇച്ചിരി കളർ വ്യത്യാസം വരും. അപ്പൊ പെട്ടെന്ന് മാറുന്നൊരു സാധനം ഇത്. അതുകൊണ്ട് അത് പ്രശ്നമൊന്നുമില്ല, നമുക്ക് കളർ മാറിയെന്ന് പറയാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്ന അന്നേരം തന്നെ നമ്മളിത് റെഡിയാക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് ഇനി ഒന്ന് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിൽ നമ്മൾ ഒരു ടീസ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് നമ്മൾ എടുക്കാം. ഇപ്പൊ എടുത്തിരിക്കുന്ന വെളിച്ചെണ്ണയാണ്. അപ്പൊ അതിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, വറ്റൽമുളകുണ്ട്, നമ്മുടെ തൂരപ്പരിപ്പുണ്ട്, തൂരപ്പരിപ്പ്. അപ്പൊ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിനകത്തിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ നമ്മുടെ ചീനി അപ്പോഴേ കഴിഞ്ഞ നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മളൊരു ചമ്മന്തി തന്നെ ചെയ്തിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. പിന്നെ ഈ വാഴക്കൂമ്പൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഉണ്ടല്ലോ, അത് നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. വാഴക്കൂമ്പന്ന് അവർ അറിയത്ത് പോലുമില്ല. ആ രീതി പ്രതീക്ഷിക്കാത്ത ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പരീക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ സംഭവം ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ ആവശ്യമുള്ളൂ, ഇത്ര മതി കേട്ടോ, മുഴുവൻ വേണ്ട, നമുക്ക് കുറച്ച് മതി. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി, എണ്ണ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കാൻ എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ്. ഒരു ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിം മതി കേട്ടോ. എണ്ണ നല്ലതായിട്ട് ചൂടായതുകൊണ്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം ഇട്ടങ്ങ് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാം. അങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട, അതിന് മുമ്പ് തന്നെ നമുക്ക് റെഡിയാക്കാം. അത് തന്നെ. ആ വാഴക്കൂമ്പ് ചമ്മന്തി ഇതുവരെ കണ്ടില്ലെങ്കിൽ ഒന്ന് കാണണേ, അത് നല്ല കിടക്കറ്റ് സാധനം. അത് മെൻഷൻ ചെയ്ത് എന്താന്ന് വെച്ചിട്ടുണ്ടല്ലോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിയാണ്. ആ ചമ്മന്തി നല്ല ഹെൽത്തിയാണ്, ഇതും നല്ല ഹെൽത്തിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ അതൊന്നും ഇവിടെ ഒന്ന് ഓർപ്പിച്ചത്. സാധാരണ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ മാത്രമേ എക്സ്ട്രാ ആയിട്ടൊന്നും ഇല്ല. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഇതൊന്ന് റോസ്റ്റ് ആയിക്കോട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ പരിപ്പ് ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുരണ്ടി എടുത്ത നമ്മുടെ എന്താ ഇതിന്റെ പേര്, നമ്മുടെ കിഴങ്ങ് ഇളക്കണം. നമ്മുടെ അല്ലെങ്കിൽ ആദ്യം ഇട്ട സാധനങ്ങൾ കരിഞ്ഞു. അപ്പൊ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വേണം, അത്രേ ഉള്ളൂ സംഭവം. അതിന് അധികം നേരം ഒന്നും വേണ്ട, 1 മിനിറ്റ് 2 മിനിറ്റ് നേരത്തെ കാര്യമുള്ളൂ. ഇത് നമ്മളുണ്ടല്ലോ ഗ്രേറ്റ് ചെയ്തെടുത്തത് കാരണം ഉണ്ടല്ലോ വളരെ ഈസി ആയിട്ട് തന്നെ അതിന് വേണ്ടിയാണ് നമ്മളത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് അരിഞ്ഞെടുത്താൽ പോലെ വിചാരിക്കും, പക്ഷെ ഇത് പെട്ടെന്ന് ഒരുപോലെ ഇതായി വരണം. അപ്പൊ ആ ഒരേ അളവ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇളക്കി കൊടുക്കുക, ചെറുപറാതെ അങ്ങനെ ഇളക്കി കൊടുക്കുക. അടപടല അല്ലെങ്കിൽ ചിലപ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. പച്ചക്കൊക്കെ തിന്നുന്ന സാധനം, വെന്തിട്ടേ ഇത് എടുക്കാവുന്ന നമുക്ക് ചിലപ്പോൾ ഒരു തിന്ന് വരും, പക്ഷെ അല്ലെങ്കിൽ നമ്മൾ പച്ചക്ക ഇരിക്കുന്ന സാധനം. ഇതുണ്ടല്ലോ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിനി ചമ്മന്തി റെഡിയാക്കാം. അപ്പൊ അതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങളുണ്ട്. കുറച്ച് സാധനം കൂടെ നമുക്ക് ഇതിനകത്ത് ചേർക്കാനാണ്. അപ്പൊ ഇത് റെഡിയാകട്ടെ. ഇത് 4 വരട്ടെ. അപ്പൊ നമ്മുടെ സംഭവം ഉണ്ടല്ലോ, നമ്മൾ ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റി തണുപ്പിച്ചെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ കുറച്ച് അനുസാരികൾ കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അതെ, അതിന്റെ കൂട്ടത്തിൽ നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്, 1/2 കപ്പോളം തേങ്ങ ഉണ്ട്, വാളംപുളിയുണ്ട്, ഉപ്പുണ്ട്, പിന്നെ അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് വേണം നമുക്ക് ഇതൊന്ന് അങ്ങോട്ട് തട്ടിക്കൂട്ടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇവനെ അങ്ങോട്ട് അരച്ച് അങ്ങ് റെഡിയാക്കി എടുക്കണം. ഇതെല്ലാം കൂടെ വാരി അങ്ങോട്ട് ഇടുക.
ചടപടേന്ന് അങ്ങോട്ട് അരച്ചെടുക്കണം. അത് കഴിയുമ്പോഴത്തേക്കുള്ള കാര്യം ആലോചിക്കുമ്പോഴേ വായുള്ള പരുവം. ടേസ്റ്റ് ആണ് ഇങ്ങനെ. ഇത് വളരെ ഹെൽത്തിയാണ്. സാധാരണ നമ്മൾ പറയും ചമ്മന്തി നമുക്കധികം ഹെൽത്തി അല്ല എന്ന് പറയും, പക്ഷെ ഇത് വളരെ ഹെൽത്തിയാണ് സാധനം. ഇതുണ്ടല്ലോ നമ്മൾ ഈ മാങ്ങ ചമ്മന്തിയും സാധാരണ തേങ്ങ ചമ്മന്തിയും മാത്രമല്ല എപ്പോഴും സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതന്നെ, ഇപ്പൊ ഇത് അരച്ചോണ്ട് വരാവേ. അപ്പൊ നമ്മളത് അരച്ച് റെഡിയാക്കി സംഭവം എടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും ഇപ്പുറത്ത് നമ്മുടെ ചീനച്ചട്ടി ചൂടാക്കി ആദ്യം ഒഴിച്ച എണ്ണ തന്നെ നമുക്ക് എടുക്കാവേ. നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പൊ അതിനായിട്ട് ഉഴുന്ന പരിപ്പും കടുകും 3-4 കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത്ര സാധനങ്ങൾ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. സംഭവം സെറ്റായി. വളരെ വളരെ വേഗം തന്നെ അത് റെഡിയായി. കാരണം എണ്ണ നല്ല ചൂടായിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും കൊള്ളാം. ഈ മധുരക്കിഴങ്ങ് കിട്ടുമ്പോഴത്തേക്ക് ഈ സംഭവം ഒന്ന് ചെയ്ത് നോക്കിയോ. സംഭവം അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റുമാണ്. നമുക്ക് ആരോഗ്യത്തിനൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ്. ഹെൽത്തിയാണ്. അത് രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പിൽ തന്നെ നിൽക്കും. അപ്പൊ എന്തായാലും ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായ നിർദ്ദേശമൊക്കെ ഒന്ന് പറയുക. കപ്പക്കിഴങ്ങല്ലേ ഇത് വെച്ച് ചമ്മന്തി അരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. പിന്നെ നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലും ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കുക. പിന്നെ ഷെയർ കൊടുക്കുക. അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇത് എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പം അടുത്ത ഒരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day.